ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലൈഫിനെ സക്സസ്സിലേക്ക് വഴിതിരിച്ചു വിടാൻ രാവിലത്തെ ഒരു 30 മിനിറ്റ് കൊണ്ട് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെയുള്ള ഒരു മോർണിംഗ് റൊട്ടീനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റൊട്ടീനാണ് സേവേഴ്സ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കറും കോച്ചും ഒക്കെ ആയ ഹാലർ റോൾഡിന്റെ ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സേവേഴ്സ്. ഈ ഒരു പ്രാക്ടീസിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സേവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിലെ 6 ലെറ്റേഴ്സും 6 പ്രാക്ടീസിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ദിവസത്തെയും കുറച്ച് മിനിറ്റുകൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രാക്ടീസിലൂടെ നമുക്ക് മൈൻഡിനെ ശാന്തമാക്കിയെടുക്കാനും ആത്മവിശ്വാസം കൂട്ടാനും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഒരു ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാനും ഒക്കെ സഹായിക്കുന്നു എന്നതാണ് സേവേഴ്സ് ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ഒരു റൊട്ടീൻ പിന്തുടരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ സേവേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ്. എസ് ഫോർ സൈലൻസ്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്ന കുറച്ച് സമയം കാമായിട്ട് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അതിപ്പോൾ നമുക്ക് ആ സമയം മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രേ ചെയ്യുന്നവരാണെങ്കിൽ പ്രെയറിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂസ്ഫുൾ ആക്കാം. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെറുതെ നിശബ്ദമായിട്ടിരിക്കാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് മൈൻഡ് ഒന്ന് കാമാക്കാനും ഒരു ദിവസത്തെ നമുക്ക് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും കഴിയും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഫർമേഷൻ ആണ്. എ ഫോർ അഫർമേഷൻ. അതായത് വാക്കുകൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസിറ്റീവ് വാക്യങ്ങളെ അഫർമേഷൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് നമുക്കത് ഡെയിലി റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് അഫർമേഷൻസുകൾ എടുത്തു വെക്കുക, അതിനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുക. ഞാനൊരു ആത്മവിശ്വാസമുള്ള ആളാണ്, എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ എന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഞാനൊരു പൂർണ്ണ ആരോഗ്യവാനാണ്, എൻ്റെ ലൈഫിലേക്ക് പണം ഒഴുകിയെത്തുന്നു. അങ്ങനെ നമുക്ക് നമ്മളുടെ ഗോൾസിനും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളിലും ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ലൈഫിനെ ഫോക്കസ് ചെയ്യുന്ന അഫർമേഷൻസുകളെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് മൈൻഡിനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. ഇനി നെക്സ്റ്റ് വി ഫോർ വിഷ്വലൈസേഷൻ ആണ്. അതായത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ വേർഷനെയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് മനസ്സിൽ വ്യക്തമായിട്ട് കാണുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു റിയാലിറ്റിയെക്കുറിച്ച് കുറച്ച് സമയം ഒന്ന് മൈൻഡിൽ ഫീൽ ചെയ്തൊന്ന് ഇമാജിൻ ചെയ്യുക. ഇനി അടുത്തത് ഇ ഫോർ എക്സസൈസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു വർക്കൗട്ടൊന്നും ഡെയിലി ചെയ്യണം എന്നല്ല പറയുന്നത്. കുറച്ചെങ്കിലും ഒരു വാമപ്പോ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ്ങോ യോഗയോ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി. കാരണം നമ്മുടെ ബോഡി ആക്റ്റീവ് ആക്കുക എന്നത് മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ എനർജറ്റിക് ആക്കും. അതുപോലെ ഉന്മേഷത്തോടെ നമുക്ക് ആ ഒരു ഡേ ഫുള്ള് കൊണ്ടുപോകാനും പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. ദിവസവും ഒരു പേജെങ്കിലും നമുക്ക് ഉപയോഗമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുസ്തകം നമ്മൾ വായിക്കുക. ഒരു ആർട്ടിക്കിളോ എന്ത് തന്നെയായാലും അതൊന്ന് വായിക്കുക. നമ്മളിലേക്ക് പുതിയ അറിവുകൾ, പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പുതിയ പുതിയ സാധ്യതകൾ ലൈഫിലേക്ക് തുറന്നു കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. ഒപ്പം ലൈഫിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാനും വായന നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്ക്രൈബിംഗ് ആണ്. അതായത് എഴുത്ത്. ഒരു ജേർണൽ ബുക്കിലോ അല്ലെങ്കിൽ ഒരു നോർമൽ ബുക്കിലോ പേപ്പറിലോ ഒക്കെ നമുക്ക് നമ്മുടെ ചിന്തകളോ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകളോ നമ്മുടെ ലക്ഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. ഈവൻ നമുക്കിപ്പോൾ ഒരു ടെൻഷൻ വന്നാൽ ആ ടെൻഷൻ ഫ്രീ ആക്കാനും നമുക്കത് എഴുതി വെച്ചിട്ട് അതിനെ യൂസ്ഫുൾ ആക്കി മാറ്റാം. ഇന്നിപ്പോൾ നമ്മൾ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ടു ഡു ലിസ്റ്റുകൾ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പാസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുകൾ അങ്ങനെ ഒക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജേർണലിങ്ങുകൾ ചെയ്യാം. അപ്പോൾ മനസ്സ് കൂടുതൽ ലൈറ്ററാക്കി മാറ്റാനും നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും അതുപോലെ വ്യക്തത, ഡിസിപ്ലിൻ, ക്ലാരിറ്റി ഇതൊക്കെ ഉണ്ടാക്കാനും റൈറ്റിങ്, സ്ക്രിപ്റ്റിങ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് സേവേഴ്സ്.
ലൈഫിനെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാമെന്നൊരു പ്രോമിസ് ഒന്നും അല്ല ഈ ഒരു പ്രാക്ടീസ് പറയുന്നത്. മറിച്ച് നമുക്ക് ഓരോ ദിവസവും നിങ്ങളിൽ തന്നെ നിങ്ങൾ കുറച്ച് സമയം നിക്ഷേപിക്കുന്നതിലൂടെ ലൈഫിൽ വിസിബിൾ ആയിട്ടുള്ള നല്ല നല്ല ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ പ്രഭാതവും നമുക്ക് ലഭിക്കുന്ന പുതിയ അവസരമായി കാണാനും ആ ദിവസം ഏറ്റവും നന്നായി തന്നെ തുടങ്ങിക്കൊണ്ട് ഫുൾ ഡേയെ നമ്മളുടേതാക്കി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസ് നമുക്കിപ്പോൾ ബിസി ലൈഫ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി വലിയൊരു എഫേർട്ട് ഇല്ലാതെ ഡെയിലി റൊട്ടീനാക്കി മാറ്റാമെന്നതും ഈ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ സേവേഴ്സ് പോലുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങി നോക്കണം. കാരണം നമ്മുടെ ഒരു മികച്ച വേർഷനിലേക്കുള്ള യാത്ര ഇങ്ങനെ ഓരോരോ ചെറിയ ചുവടുവെപ്പുകളിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.